നിങ്ങളുടെ അള്ളു രാമേന്ദ്രൻ എന്ന് പറയുന്ന സിനിമയിൽ പാട്ടിലൂടെയാണ് നിങ്ങൾ രണ്ടുപേരും പ്രേക്ഷകർ ആദ്യം. എങ്ങനെയുണ്ടായിരുന്നു പാട്ട് ഇറങ്ങിയിട്ടുള്ള റെസ്പോൺസ്? അടിപൊളി റെസ്പോൺസ് ആയിരുന്നു. നല്ല ഞങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി നല്ലോണം വർക്ക്ഔട്ട് ആയിട്ടുണ്ടെന്നും അങ്ങനെ കുറേ നല്ല, പിന്നെ അമ്മയ്ക്ക് പ്രത്യേകം കിച്ചു ചേട്ടനെ ഭയങ്കര ഇഷ്ടാവുകയൊക്കെ ചെയ്തു. അങ്ങനെ അമ്മ പ്രത്യേകം, അമ്മ പൊതുവെ അമ്മ എപ്പോഴും എല്ലാം ഫൈനൽ ഔട്ട് ഇറങ്ങിയിട്ടേ കാണലുള്ളൂ. അതിനിടയിൽ വേറെ എൻ്റെ കൂടെ വന്ന് എവിടെയും കാണാൻ അങ്ങനെയൊന്നുമില്ല. ഡബിങ്ങിന് പോലും അമ്മ അങ്ങനെ വരില്ല കാണാനായിട്ടൊന്നും. അപ്പോൾ അമ്മ ഫൈനൽ ഏതാ കാണുമ്പോൾ കിച്ചു കൊള്ളാലോ, അവിടെ കണ്ട മാതിരി വിചാരിച്ചത്ര അതറിയില്ല. പിന്നെ ഭംഗി വാക്കിൽ പറഞ്ഞപ്പോ തന്നെ കിച്ചേട്ടനെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത് ഭയങ്കര, വീട്ടിലും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ആ പാട്ട് ഇറങ്ങിയിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മള് വീട്ടുകാരെ അങ്ങനെ പറയുന്ന കേൾക്കില്ല നമ്മളെപ്പോഴും നല്ലതാണോ ചെയ്ത. അപ്പൊ അവര് പറയുമ്പോ ഭയങ്കര നല്ല അഭിപ്രായം. അതുപോലെ കിച്ചുവിന് എങ്ങനെയുണ്ടായിരുന്നു റെസ്പോൺസ്? പാട്ട് ഇവിടെ നോക്ക് ഞാനിവിടെ ഇവിടെ ചിന്തിക്കണ്ടേ, ഇവിടെ നോക്കി പറഞ്ഞാൽ മതി, ഈ താഴെ നോക്കി പറയണ്ട. അല്ല, പാട്ട് ഇറങ്ങിയപ്പോ ഫസ്റ്റ് ഞാൻ അൽഫോൺസിന് അയച്ചു കൊടുത്തു. നമ്മൾ അളിയെ ഒന്ന് കണ്ടു നോക്ക്. അതിനവനൊരു കണ്ട ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അളിയെ കുഴപ്പമില്ല, രസമുണ്ട്, നിങ്ങളും കെമിസ്ട്രി സംഭവം കൊണ്ട് രസമുണ്ട്, നീ പ്രപ്പോസ് ചെയ്യണേയും രസമുണ്ട്, കുഴപ്പമില്ല, അങ്ങനെ തന്നെ പോയാൽ മതിട്ടോ. നമ്മളിപ്പോൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇല്ലടാ, ഇങ്ങനെ തന്നെയാണ് നീ പടത്തിൽ ചെയ്യണമെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഞാൻ ഇത് കുഴപ്പമില്ലാണ്ടാണ് പോയേക്കണേന്ന് പറഞ്ഞു. ഫസ്റ്റ് ഞാൻ അവനെയാണ്. പിന്നെ നമ്മുടെ ഗ്യാങ്, പിന്നെ വൈഫ് നീന, അവൾക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവൾ പറഞ്ഞു ചേട്ടാ കുഴപ്പമില്ല സംഭവം. അപ്പോൾ അവളാണെങ്കിൽ എന്ത് കണ്ടാലും വിമർശിക്കുന്ന ആളാണ്. അപ്പോൾ ഈ പാട്ടിലും എന്നെ കൊന്നു, അത് വേറെ കാര്യം. പ്രപ്പോസ് ചെയ്തപ്പോൾ കണ്ണിങ്ങനെ കാണിച്ചു എന്തോ ഒരു സാധനമൊക്കെ പറഞ്ഞു, എനിക്ക് അറിയില്ല. അപ്പം അങ്ങനെ കുറച്ച് കൊല്ലല് നടക്കണ്ടായിരുന്നു. അപർണയുടെ ഡബിങ് ഒക്കെ അവൾക്ക് ഇഷ്ടമായി. പിന്നെ ഞാൻ ആ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന സാധനമൊന്നും ഇഷ്ടമായില്ല, ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് തോന്നിക്കിച്ചാലും കുറച്ചും കൂടി ശരിയാവേണ്ടതൊക്കെ പറഞ്ഞു. അത് പിന്നെ അങ്ങനെയാണത്. ബാക്കി എല്ലാവരും കുഴപ്പമില്ലാത്തൊരു അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു സോങ് വരുന്നത്. ആദ്യമായിട്ടാണോ റൊമാൻസ് സോങ് ചെയ്യുന്നത്? ആദ്യമായിട്ടാണ്. ആണല്ലേ? ഇതുവരെ കൂട്ടുകാരന്റെ ലക്കി പേരാണ്. എന്ത് ഒന്നുമില്ല, ആദ്യത്തെ കിച്ചേട്ടന് ഞങ്ങള് ഫങ്ഷൻസിന് പോലും മിണ്ടിയിരുന്നില്ല. ബാക്കി എല്ലാവരും ഇപ്പൊ എനിക്ക് ചാക്കോച്ചനെ പോലും ഫങ്ഷൻസിന് കണ്ട് പരിചയപ്പെട്ട് ഞങ്ങൾ ഭയങ്കര ബിന്ദാസ് അടിപൊളി ഇപ്പൊ സിസ്റ്റർ ബ്രദർ ആയിട്ട് അഭിനയിക്കുമ്പോൾ അതേപോലെയാണ് ഞങ്ങൾ ഇതിലേക്ക് വന്നത്. അപ്പൊ ചാക്കോച്ചനെ എനിക്ക് ഇതിനു മുമ്പ് ഈ ഫങ്ഷൻസിന് കണ്ട് പരിചയമൊക്കെ തന്നെ ഉള്ളൂ. പക്ഷെ ഈ മനുഷ്യനോട് മാത്രം എനിക്ക് മിണ്ടാനും തോന്നിയിട്ടില്ല, എൻ്റെ അടുത്ത് വന്ന് മിണ്ടിയിട്ടില്ല. ഏത് ഫങ്ഷൻസിന് ഇപ്പൊ എൻ്റെ മൂവി കാമുകിയുടെ ഓഡിയോ ലോഞ്ചിന് കിച്ചുവേട്ടൻ, സിജുചേട്ടനും ഷറഫിക്കയും വന്നിരുന്നു. അപ്പൊ ഇവര് 3 പേരും വന്നപ്പോഴും ഷറഫിക്ക് സിജുചേട്ടനും ഓക്കെ, സിജുചേട്ടൻ്റെ അടുത്ത് എപ്പോഴും മിണ്ടാറുണ്ട്, കിച്ചേട്ടൻ്റെ അടുത്ത് മാത്രമൊന്നും അങ്ങോട്ട് സംസാരിക്കാനൊന്നും ഇല്ല. ശരി, ഓക്കെ ആയിക്കോട്ടെ. പക്ഷെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഭയങ്കര ജോളിയായിരുന്നു, ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പേരായിട്ട് തോന്നി. അത് ഞാൻ ചോദിക്കാൻ വരികയാണ്. ഇപ്പൊ ചാക്കോച്ചന്റെ ഒരു ഫിലിം, ചാക്കോച്ചൻ ലീഡ് ചെയ്യണ പടത്തിലാണ് വരണത്, ആദ്യമായിട്ടാണ് അഭിനയിക്കാൻ വരുന്നത്. അപ്പൊ ഒരു എന്തായാലും ചാക്കോച്ചന്റെ ഒപ്പം അല്ലാന്ന് മനസ്സിലായിണ്ടാവും. അപ്പൊ എന്താ ഫീൽ ചെയ്തത്? എനിക്ക് സ്ഥിരം പെങ്ങൾ ക്യാരക്ടർ ആവോ തോന്നിയോ? ഇല്ല, അങ്ങനെ തോന്നിയില്ല. കാര്യം നമ്മൾ പണ്ടൊക്കെ കണ്ടു വന്ന എല്ലാ പടത്തിലും പെങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന് ഒന്ന് ജസ്റ്റ് 2 ഡയലോഗ് പറഞ്ഞ് പോവാ. പക്ഷെ ഇതില് പെങ്ങളെന്ന് പറയുമ്പോ അതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ, ചാക്കോച്ചനാണ് മെയിൻ സെൻട്രൽ ക്യാരക്ടർ ആയിട്ട് നമ്മൾ പറയണേ. അത് കഴിഞ്ഞ് ചാക്കോച്ചന്റെ പെങ്ങളായിട്ടെന്ന് പറയുമ്പോ എല്ലാവർക്കും ഒരു കൗതുകമാണ്. അപ്പൊ പ്രീവിയസ് ഹിസ്റ്ററി വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും പടം ചെയ്തിട്ട് പെങ്ങളുടെ വേഷമാണോ ചെയ്യുന്നത് എന്നുള്ളത് ക്വസ്റ്റ്യൻ ആർക്കാണെങ്കിലും ചോദിക്കാം. എന്തെങ്കിലും ചെയ്യാനുണ്ടാവും. അപ്പൊ അതാണ് എന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്യുന്നത്. അതൊരു ഡിഫറൻസ് ആണ്. നമ്മൾ എപ്പോഴും സെൻട്രൽ ക്യാരക്ടറിന്റെ തന്നെ പേരായിട്ട് വരണമെന്നില്ല. പക്ഷെ ആ ഒരു സിസ്റ്റർ ക്യാരക്ടറിന് കിട്ടുന്ന ആ ഒരു പ്രോമിനൻസും അതിന്റെ ചുറ്റും പോകുന്ന പ്ലോട്ടും ഭയങ്കര രസമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതായിരുന്നു തന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്തൊരു കാര്യം. അതുകൊണ്ട് വിഷമൊന്നും തോന്നിയില്ല. ചാക്കോച്ചന്റെ പെങ്ങളാവാനൊരു രോഗം വേണം. അത് കിച്ചു, ചാക്കോച്ചൻ പൊതുവെ റൊമാൻറ്റിക് ഹീറോ എന്നിങ്ങനെ ലേവല് കുത്തപ്പെട്ട് 21 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരാള്, ആളുടെ പടത്തിൽ ചാക്കോച്ചനല്ല എനിക്കാണ് റൊമാൻസ് എന്ന് പറഞ്ഞത്. എന്ത് തോന്നി? അത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് ബില്ലനോട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ നേരെ ചാൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ദക്ഷിണ വെക്കുകയാണ്, അനുഗ്രഹിക്കണം. പിന്നെ റൊമാൻസ് ഈ പറഞ്ഞ പോലെ
ഞാനിപ്പോഴും പറയാറുണ്ട്, അതായത് ഈ പാട്ട് നല്ല രീതിയിൽ വന്നു, അത് ഷാൻ സംഭവം. പിന്നെ ഓപ്പോസിറ്റ് അപർണ നിൽക്കണോണ്ടാണ് നമ്മൾ കുറച്ചും കൂടി നന്നായിട്ട് അഭിനയിക്കണത് എന്ന് എല്ലാ ഇന്റർവ്യൂലും ഞാൻ പറയാറുണ്ട്. അത് ഞാൻ പൊക്കി പറയണല്ല, അല്ല കാര്യമായിട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നിങ്ങൾ ചോദിച്ചല്ലോ, അതായത് അപർണയ്ക്ക് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യാനുണ്ടാവും. ക്യാരക്ടേഴ്സ് എല്ലാവർക്കും ഉള്ള ഒരു ജഡ്ജ്മെന്റ്. അപർണ വരികയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ ഫീമെയിൽ ഓറിയന്റഡ്, അല്ലെങ്കിൽ ആ ഫീമെയിൽ സംഭവം ശക്തമായ കഥാപാത്രമായിരിക്കും. ഭയങ്കര ശക്തതയാണ്, സ്ട്രോങ് ക്യാരക്ടേഴ്സേ ചെയ്യുള്ളൂ. ഓപ്പോസിറ്റ് അപർണ നിൽക്കുമ്പോ നമുക്ക് എന്തായാലും അറിയാം അപർണ എന്തായാലും നല്ലോണം ചെയ്യും. ആ സീൻ എങ്ങാനും മോശമായി കഴിഞ്ഞാൽ അത് എന്റെ തലയിലിരിക്കും, അവൻ ഒറ്റടുത്ത കാരണം എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് നമ്മള് പേടിച്ചാണ് അഭിനയിക്കും. ചാക്കോച്ചനൊപ്പം അഭിനയിക്കാൻ പോലും എനിക്ക് ഇത്രയും പേടി ഉണ്ടായിരുന്നില്ല, സത്യമായിട്ടും. പക്ഷെ വേറൊരു കാര്യം, കിച്ചേട്ടന് ഒന്നി കൂടുതൽ 2 ടേക്കിന് കൂടുതൽ പോയ കിച്ചേട്ടന് മുഖമൊക്കെ അങ്ങോട്ട് മാറാൻ തുടങ്ങും. ഞാൻ കിച്ചേട്ടന് ടെൻഷൻ ഉണ്ടോ? ഇല്ലടി, ഓക്കെ അടി, എന്റെ തോന്നുന്നുണ്ടോ എന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. കിച്ചേട്ടന്റെ മുഖത്ത് പെട്ടെന്ന് റിഫ്ലക്ട് ചെയ്യും, അൺയൂഷ്വൽ ആയിട്ട്. അതെന്താന്നറിയില്ല, കിച്ചേട്ടന്റെ മുഖത്ത് പെട്ടെന്ന് അത് മാറും. അപ്പൊ ഞാൻ പറയാം, ടീച്ചറിനെ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ടെൻഷനോ? എനിക്കോ? പക്ഷെ അത് മുഖത്ത് ശരിക്കും ഉണ്ടാവും. പക്ഷെ പിന്നെ അടിപൊളിയായിട്ട് കിച്ചുവേട്ടൻ എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു ബ്രേക്കിംഗ് ക്യാരക്ടറാണ് ഫ്രം ഓൾ ദീസ് ഫ്രണ്ട്സ് ക്യാരക്ടർ. എപ്പോഴും ഫ്രണ്ട്സ് ഗാങ്ങിന്റെ ഇടയിൽ അല്ലെങ്കിൽ എനിക്ക് ഞാൻ കിച്ചുവിനെ സംബന്ധിച്ച് ഞാൻ കണ്ടിട്ടുള്ളത് എപ്പോഴും ആ ഒരു കാറ്റഗറി ഓഫ് ആ ഒരു സർക്കിളിലാണ് എപ്പോഴും മൂവീസ് ചെയ്തിട്ടുള്ളത് അല്ലേ? അല്ലേ, കൂടുതലും അങ്ങനെയല്ലേ ചെയ്തിരിക്കണേ. കിച്ചു ചെയ്തിട്ടുള്ള മൂവീസ് നോക്കുകയാണെങ്കിലും ആ കാറ്റഗറി ബ്രേക്ക് ചെയ്തിട്ട് ഈ ഇതിലേക്ക് വന്നപ്പോ എന്ത് ഫീൽ ചെയ്തു? മറ്റേത് ഫ്രണ്ട്സ് ആണ് എപ്പോഴും. അല്ല, ഇത് എന്താ സംഭവിച്ചാൽ ആ സർക്കിള് മാത്രം പിടിച്ചതല്ല സത്യത്തില്, വേറെ പടങ്ങൾ വരാത്തോണ്ടാണ്. അല്ല, ഞാൻ തുറന്നു പറയാലോ, 6 വർഷമായി അഭിനയ പരിപാടി തുടങ്ങി. ഞാൻ 9 പടം ചെയ്തിട്ടുള്ളൂ, എന്റെ 9ാമത്തെ പടം തോന്നുന്നു. കാരണം കൊള്ളാവുന്ന നല്ല സംഭവങ്ങൾ വരുന്നില്ല. പിന്നെ ഇങ്ങനെ ഇരിക്കാൻ പറ്റൂല്ലോ, കൊച്ചൊക്കെ ചോദിച്ചു തുടങ്ങി എന്താ ജോലിക്കൊന്നും പോകണ്ടേ. അപ്പൊ നമ്മള് പിന്നെ നിർബന്ധപൂർവ്വം കമ്മിറ്റ് ചെയ്യുന്ന ഒരു ഇത് ആരും വരിക. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഗ്യാങ് പോലെ തന്നെയായിരുന്നു ബിലയുടെ ഗ്യാങ്. കാരണം എനിക്ക് ബിലേനെ ഒരു 1.5-2 വർഷമായിട്ട് എനിക്കറിയാം. അവരുടെ ആ സർക്കിള്, ഇപ്പോൾ വിനീത് ചാക്യാർ, ഗിരീഷ്, ഇപ്പം നമ്മള് നേരത്തിൽ എങ്ങനെയാണോ തുടങ്ങിയ ആ ഒരു വൈബിലാണ് അവർ ഈ സ്ക്രിപ്റ്റ് എഴുതിയതും ഈ ഒരു ടീം ഇത് വന്നത്. ഞാൻ പിന്നെ ആഷിഖിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ഞാനല്ലാണ്ട് അഭിനയിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുടെ കൂടെ. പക്ഷെ ബിലഹരിയായിട്ടുള്ള ഒരു കമ്പനിയും പിന്നെ ആഷിഖ് ഓൾറെഡി കമ്മിറ്റ് ചെയ്തുകൊണ്ടുമാണ് ആ ക്യാരക്ടർ എനിക്ക് കിട്ടുക. അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ കച്ചിത്തുരുമ്പ് എന്നൊക്കെ പറയില്ല, ആ ഒരു ഐറ്റമാണ് അള്ളരാമേന്ദ്രൻ. അപ്പൊ അതിനു വേണ്ടി മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്. ഭീകര കച്ചിത്തുരുമ്പ് അല്ല, കാര്യം ചാക്കോച്ചന്റെ ഒപ്പം തന്നെ വരുന്നൊരു അത്രയും പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കിച്ചുവേട്ടൻ്റെ. ഇതിലേ ഇപ്പൊ നിങ്ങൾ പെയറാണ്, ഇതെന്താ രണ്ടുപേരും ഒരേ കളർ പറഞ്ഞിട്ടത്? ഭയങ്കര മനപ്പൂർവ്വം. ഞങ്ങൾ എപ്പോഴും പറയും, കഴിഞ്ഞ ജന്മത്തിൽ ഒന്നില്ലെങ്കിൽ ഞങ്ങള് ലാസ്റ്റ് ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് പഠിച്ചവര്, അല്ലെങ്കിൽ ഞങ്ങൾ ഇരട്ട കുട്ടികളായിരുന്നു. ഞങ്ങൾക്കത് ഭയങ്കര സംശയമുണ്ട്, ഇരട്ടയാണോ എന്നാണ് എന്റെ ഏറ്റവും വലിയ സംശയം. ഞങ്ങൾ രണ്ടുപേരും ഇരട്ടകളായിരുന്നു. ഞാനും വിചാരിച്ചില്ല അപർണയായിട്ട് ഇങ്ങനെ കമ്പനിയാവും. അതെ, അത് കുഴപ്പമില്ല. അത് ഒരേ തരം സ്വഭാവമുള്ള സവിശേഷതകളുള്ള ആൾക്കാർ തമ്മിൽ പെട്ടെന്ന് കമ്പനിയാവുന്നതിൽ അല്ല, കിച്ചുവിനെ കണ്ടിട്ട് ഇത്രയും നാൾ സംസാരിച്ചിട്ടില്ല, പിന്നെ പെട്ടെന്ന് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് പിന്നെ വേണ്ട. ചാന്ദിനി അവസാനമാണ് കിച്ചുവേട്ടനോട് മിണ്ടുന്നത്, അവസാനത്തെ ദിവസം ശരിക്കും മിണ്ടുന്നത്. ഇത്രയും പേടിപ്പിച്ച് നിർത്തിയിരിക്കുന്നു. അത്രയും അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് പേടിപ്പിച്ച് നിർത്തിക്കുന്നത് അറിയില്ല. എന്തായാലും അവസാന ദിവസമാണ് ഇവരെ മിണ്ടിയ. ചാന്ദിനി പറയാം, എന്റെ ജീവിതത്തിൽ ഈ ഷൂട്ട് തുടങ്ങി ഇത്രയും ദിവസമായി ഞാൻ ഇന്നാണെന്ന് ചിരിച്ച മനസ്സ് പറഞ്ഞിട്ട് ഒരാൾ മിണ്ടാതെ വേറെ ഒന്നല്ല, കിച്ചൻ ഓൺലി കൃഷ്ണശങ്കർ സ്കിൽസ് ആണ്. മിണ്ടാതെ മിണ്ടിയത് അത് ഇപ്പൊ തന്നെ എനിക്കറിയാം. ഞാൻ പറഞ്ഞില്ല, എന്നെ നേരെ നോക്കി സംസാരിക്കാൻ ഞാൻ പറഞ്ഞു. അറിയില്ല, അത് പെട്ടെന്ന് നമ്മളങ്ങനെ ഒരു ഗ്യാങ്ങിലൊക്കെ ഒരു 4 പേരൊക്കെ പരിചയപ്പെടാൻ വന്നതിന് ഞാൻ പേടിച്ചു. ഞാൻ അങ്ങനെ അയ്യോ ആരെ ഫസ്റ്റ് തുടങ്ങും അങ്ങനെ ഒരു സഭാ. അതിനൊരു കാര്യം ചെയ്താൽ മതി, ചേട്ടന് ദക്ഷിണ വെച്ചാൽ മതി. അതിപ്പോ കുറെ കാര്യത്തിന് വെക്കേണ്ടി വരും. അത് വേണ്ടി വരും, ശരിയാണ്. ചേട്ടനാണല്ലോ എന്റെ സുഹൃത്ത്, അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്. ചേട്ടന് കുറച്ച് ദക്ഷിണ വെച്ചാൽ കുറച്ചൊക്കെ ഇങ്ങോട്ട് കിട്ടുമായിരിക്കും. അത് കുറച്ചൊന്ന് പങ്കിടാൻ പറഞ്ഞാൽ മതി. എപ്പോഴും ചേട്ടന് ദക്ഷിണ വയ്ക്കാൻ പറ്റില്ലെങ്കിൽ ഇവിടെ വെച്ചാൽ മതി. തൽക്കാലത്തേക്ക് നമുക്കൊരു പിന്നെ
അല്ല ഫസ്റ്റത്തെ ഇന്റർവ്യൂകളൊക്കെ തീർച്ചയായിട്ടും അല്ല, നമുക്ക് വേറൊരു അവസരത്തിൽ പറയാം. അന്ന് നമ്മൾ സംസാരിച്ച ആ വിഷയത്തെ കുറിച്ച് നമുക്ക് വേറൊരു ഇവിടെ വരെ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അല്ല, എനിക്ക് ഓർമ്മയുണ്ടല്ലോ. എപ്പോഴാ പറഞ്ഞ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഇപ്പൊ ജിംഷി ആണെങ്കിൽ ജിംസി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ഞങ്ങളുടെ ക്യാമറമാൻ അല്ല, ക്യാരക്ടർ അതല്ല, നിങ്ങളുടെ മഹേഷിന്റെ പ്രതികരണം. ജിംസി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഭയങ്കര ബോൾഡാണ്. പിന്നെ ഒരുവിധം ചെയ്തു വന്നിട്ടുള്ളതൊക്കെ കാമുകിയിലാണെങ്കിലും പോലും കുറച്ചൊക്കെ എന്തെങ്കിലും ഒരു കുറച്ചൊരു ബോൾഡ്നെസ് ഉള്ള ക്യാരക്ടർ ഇതിലെങ്ങനെയുണ്ട്? ഇതില് എല്ലാവർക്കും കുറെ കൂടെ ഇപ്പൊ ജിംസി ആണെങ്കിലും ബോൾഡ് എന്നല്ല, പക്ഷെ എന്താ പറയാ, ആ നാട്ടിൻപുറത്ത് അങ്ങനെ നമ്മളിപ്പോ ഒരു നാടായിട്ട് അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലമായിട്ട് ശീലമായ നമ്മളായിട്ട് തന്നെ നടക്കുള്ളൂ. അതിൽ കുറച്ച് നമ്മൾ തൻ്റെടിയാവും. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ സെറ്റിൽ തന്നെ ഞാൻ യൂസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വേറെ ഒന്നും ബോദർ ചെയ്യില്ല. ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ നടക്കുള്ളൂ. എല്ലാം വളിപ്പടിച്ച് ചളിയടിച്ച് നടക്കുന്ന ഒരാളാണ്. അപ്പൊ അതാണ് ബേസിക്കലി ജിംസിയും ഈവൻ സ്വാതി. എൻ്റെ ഒരു നാട്ടില് എൻ്റെ വീട്ടില് ഞാനൊന്നിനെ കുറിച്ചും ബോധേഡ് അല്ല. എനിക്ക് എൻ്റെ ഒരു വേൾഡ് ഉണ്ട്, അത്രേ ഉള്ളൂ. നമ്മൾ പുറമേ പോകുമ്പോഴാണ് ആരാണെങ്കിലും, നമ്മൾ പെണ്ണുങ്ങളെ ആരാണെങ്കിലും, ഈവൻ കിച്ചുവേട്ടൻ പറഞ്ഞ മാതിരി പുറത്ത് പോകുമ്പോൾ നമ്മൾ കോൺഷ്യസ് ആവും. നമ്മൾ ആരുടെ അടുത്തെങ്കിലും സംസാരിക്കുമ്പോൾ ഒരു നാണം വരും. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ ക്യാരക്ടേഴ്സൊക്കെ ഡോണ്ട് കെയർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. സ്പെഷ്യലി ജിംസി, സ്വാതി ഒക്കെ അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ്. പിന്നെ സൺഡേ ഹോളിഡേയിലാണ് കുറച്ചും കൂടി ഒരു ബോൾഡായി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒറ്റയ്ക്ക് ജീവിക്കുന്ന അങ്ങനത്തെ ഒരു സെനാരിയോ വന്ന്. തൃശ്ശൂർ പേരൂർ ക്ലബ്ബൊക്കെ എന്നെക്കാട്ടിലും വേറെ ഏതോ ഒരാള് തന്നെയായിരുന്നു അത്. അല്ല, ഇതിൽ രണ്ടിലും എനിക്ക് തോന്നിയത് മഹേഷിന്റെ പ്രതികാരത്തിലും ഇതിലും ഒക്കെ ഒരു ഈ ബസ്സിലെ പ്രണയം എനിക്ക് ബസ്സിലെ പ്രണയം എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ വല്ല എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ല, ബസ്സില് പ്രണയത്തിന് എനിക്ക് ബസ്സിൽ കയറിയപ്പോൾ ഉറക്കം വരും. അതുകൊണ്ട് പ്രണയിക്കാനൊന്നും നേരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഇഷ്ടമെന്ന് പറഞ്ഞത്. കോളേജിലേക്കൊക്കെ പോകുന്ന വായ തുറന്ന് കിടന്ന് ഇറങ്ങുന്നുണ്ടാവും ഞാൻ ബസ്സില്. സ്ഥലമൊക്കെ മാറിപ്പോയി ഇറങ്ങിയിട്ടില്ല. ഇല്ലില്ല, ബസ് കറക്റ്റ് പത്തിരിപ്പാല വരെ രാവിലെ 6 മണിക്ക് കയറും. അതൊന്നും കുഴപ്പമൊന്നും വന്നിട്ടില്ല. എനിക്ക് ബസ്സിലെ പ്രണയം നേരിട്ട് എക്സ്പീരിയൻസസ് ഒന്നും ഇല്ലെങ്കിലും എൻ്റെ സിനിമ ഫസ്റ്റ് തൊട്ട് സെക്കൻഡ് ക്ലാസ് യാത്ര തൊട്ടിട്ട് ഇത് ബസ്സാണ് ഒരു വീക്ക്നെസ്. എന്നിട്ട് എനിക്കൊരു കമന്റ് ഞാൻ വായിച്ചിരുന്നു, ബസ്സിൽ നിന്ന് നോക്കാം ഇവിടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ആയിരുന്നു. എനിക്ക് അങ്ങനെ വന്നു പോയതാണ്. ആലോചിച്ച് നോക്കുമ്പോ എല്ലാ സിനിമയിലും അങ്ങനെയാണ്. മഹേഷിന്റെ പ്രതികാരത്തിൽ ബസ്സുണ്ട്, സെക്കൻഡ് ക്ലാസ് യാത്രയില്, മുത്തശ്ശി കഥയില്, എല്ലാത്തിലും ബസ്സുണ്ട്, കാമുകിയില് ബസ്സോട് ബസ്സാ. അപർണയാണ് ഹീറോയിൻ. എന്നാ പിന്നെ ഒരു ബസ് പ്രണയം ആയിക്കോട്ടെ. ഇപ്പൊ പറഞ്ഞു കിച്ചു ഭയങ്കര ആരോട്, ഇപ്പൊ ചാന്ദിനിയുടെ അടുത്തൊക്കെ തന്നെ ലാസ്റ്റ് ടൈം ഇന്ത്യന്ന് ഇങ്ങനെ തന്നെയായിരുന്നു സെറ്റിലുള്ള എല്ലാവരോടും മുഴുവൻ. വല്ല ഇടിയൊക്കെ കിട്ടിയോ കയ്യിന്ന്? സ്വഭാവം വെച്ചിട്ട് ഞങ്ങളൊരു കൊളാഷ് ചെയ്യാൻ പോവാ. എന്താന്ന് വെച്ചാൽ കിച്ചുവേട്ടൻ എപ്പോഴും ഇങ്ങനെ, ഞാൻ എപ്പോഴും ഇങ്ങനെയാണ്. ഞങ്ങളുടെ ഞങ്ങളുടെ കാൻഡിഡ്സ് എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയായിരുന്നു ഞാൻ പൊതുവെ. ഞങ്ങൾ ആക്ച്വലി എനിക്ക് തോന്നുന്നു കിച്ചുവേട്ടനാണ് സെറ്റായിട്ട് കുറച്ചും കൂടെ പരിചയമുള്ള ഒരാള് ഇപ്പൊ ഹോൾ ക്രൂ ആയിട്ട്. ഞങ്ങൾ 4 പേരും ആണ് അവസാനം മിനിറ്റ് പരിചയപ്പെടുന്നത്. ഞാൻ, കിച്ചുവേട്ടൻ, ചാന്ദിനി, ചാക്കോച്ചൻ. അപ്പൊ ആ 4 പേരും തമ്മിലുള്ള സിങ്കിനായിരുന്നു എന്താ പറയാ കുറച്ച് സമയം വേണ്ടി വന്നത്. അതെ, അല്ല ഇങ്ങനെ പതുങ്ങിയിരിക്കണ ഇങ്ങനെയൊക്കെ അങ്ങനെയല്ല. അതിപ്പോ സെറ്റിൽ ഇപ്പൊ ജിംഷി ബില ഇവരൊക്കെ കമ്പനി ഉണ്ട്. അത് ആണ് ആള്, പക്ഷെ പവർഫുൾ ആണ്. അങ്ങനെ കുഴപ്പമില്ല അല്ലേ? ഇപ്പൊ കുഴപ്പമില്ല, അവള് ശരിയാക്കി എടുത്തതെന്ന് എനിക്കറിയാലോ. അല്ലെങ്കിൽ ഞാൻ തെണ്ടിപ്പോ 3 പടം ആസിഫ് അലിയുടെ കൂടെ അഭിനയിച്ചിട്ട് പിന്നെ ആരുടെ കൂടെ ഞാൻ റൊമാൻസ് ചെയ്യാന്ന് എനിക്കൊരു ഐഡിയ റൊമാൻസ് ചെയ്തിട്ട് വേറെ എല്ലാവരും ആലോചിക്കുമ്പോ തന്നെ എനിക്ക് പേടിയായി. ഈശ്വര, ആസിഫ്ക്ക് അല്ലാണ്ട് വേറൊരാളായിട്ട് ഞാൻ എങ്ങനെ അഭിനയിക്കാൻ എന്നുള്ള ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പിന്നെ കിച്ചേട്ടനെ ശരിയാക്കി എടുത്തില്ലെങ്കിൽ ഞാൻ വെള്ളം കുടിച്ചു. അതുകൊണ്ട് ആവശ്യമായിരുന്നു കിച്ചനെ ശരിയാക്കി എടുക്കാനുള്ളത്. ഇപ്പൊ നമ്മുടെ സിനിമയുടെ ടൈറ്റിൽ അള്ളു രാമേന്ദ്രൻ. ഈ അള്ളു രാമേന്ദ്രന് പണി കൊടുക്കുന്ന ആൾക്കാരാണോ അതോ അള്ളു രാമേന്ദ്രന്റെ സപ്പോർട്ടേഴ്സ് ആണോ ഈ ജിത്തു ആൻഡ് സ്വാതി? അല്ല, സ്വാഭാവികമായിട്ട് ഞാൻ അള്ളു രാമേന്ദ്രന്റെ പെങ്ങളാണ്. എന്നാലും പറയാൻ പറ്റില്ല, ഇത് പെങ്ങളുടെ കാമുകനാണ്. പിന്നെ പെങ്ങളുടെ കാമുകനാണ്. അപ്പൊ അങ്ങനെയൊക്കെ പെങ്ങന്മാര് പണി കൊടുക്കുന്ന പെങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് എന്റേതായിട്ടുള്ള കുറച്ച് എന്താ പറയാ ഇതൊക്കെ ഉണ്ട്. എൻ്റെ അടുത്ത് നുണ പറയാൻ പാടില്ല. സ്വാതിയുടെ അടുത്ത് നുണ പറയാൻ പാടില്ല. സ്വാതിക്ക് സ്വാതിയുടേതായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ട്. കാര്യം പെങ്ങളും ചെറിയ പെങ്ങളൊക്കെ തന്നെയാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള കുറച്ച് മെച്ചൂരിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ
ഞാനങ്ങനെ മുഴുവനായിട്ട് കാമുകന് വേണ്ടി ഓടിപ്പോകുന്ന ഒരു ടൈപ്പ് ഓഫ് പെങ്ങളല്ല അതില്. ജിത്തുവിന്റെ രീതിക്ക് നിർത്തുന്ന ഒരു പെങ്ങൾ തന്നെയാണ്. അതെ, എങ്ങനെയുണ്ട് കിച്ചു? അല്ല കിച്ചു രാമേന്ദ്രനായിട്ട് ജിത്തുവിന്റെ ഒരേ പ്രശ്നം വെച്ചാൽ ജോലിയില്ല. അപ്പൊ അതാണ് പടത്തിലെ പുള്ളി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. അങ്ങനെ ജോലിയുടെ ഇടയിലാണ് എന്താ പറയാ ഒരു ആശ്വാസം എന്ന് പറയുന്ന രീതിയിൽ സ്വാധീനം കിട്ടുന്നു, പ്രപ്പോസ് ചെയ്യുന്ന സംഭവം. ബാക്കി രാമേന്ദ്രനായിട്ട് ഞാൻ ബന്ധപ്പെടുന്ന സ്വാതി വഴിയാണ്. ഇങ്ങനെ വല്ലപ്പോഴും മുമ്പ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? അതിന്റെ ആശാനാണ്. നീ തന്നെ കുറച്ചു നേരം നാണോ എന്ന് പറഞ്ഞത്. നാണൊക്കെ എപ്പോ വ്യത്യാസമുണ്ട്. കുറേ പേര് പ്രപ്പോസ് ചെയ്ത് ഒരാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ വേറെ വഴിയില്ലാത്തോണ്ട് ഇതിങ്ങനെ അല്ലെങ്കിൽ ഞാൻ നീല ചേച്ചിയോട് ഇവിടെ ഭീഷണിപ്പെടുത്തുന്ന അങ്ങനെയല്ലേ? അല്ല, ബസ്സിലൊന്നും പ്രപ്പോസ് ചെയ്തിട്ടില്ല. പക്ഷെ ബസ്സിലൊക്കെ പ്രപ്പോസ് ചെയ്യുന്ന നല്ല രസമാണ് ഇത് കണ്ടപ്പോ തോന്നിയത്. ചെയ്യായിരുന്നു കാരണം ഇത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ചെയ്താ. കാരണം ബില്ല് എങ്ങനെ സ്ക്രിപ്റ്റ് കൊണ്ടു ഞാൻ നല്ല രസം ചെയ്യായി. കാരണം നമ്മളറിയണ പരിപാടിയാണ്. കാര്യങ്ങൾ നോക്കേണ്ട കാര്യം. പ്രപ്പോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കിച്ചുവേട്ടന്റെ പ്രപ്പോസൽസിന് തന്നെ ഒരു കഥ ഉണ്ടാക്കാം. ചോദിക്കട്ടെ, എത്ര പ്രപ്പോസൽസ് ചെയ്തിട്ടുണ്ട്? എത്ര പ്രപ്പോസൽ കുറച്ച് ഒരു 5, 6, 8, 10 ഒരു 6, 8, 10 സംഭവമൊക്കെ. എന്നിട്ട് എത്രാമത്തെ ഭാര്യ? എത്രാമത്തെ ആളാണ് ഭാര്യ? അതിൽ ഭാര്യ ഫസ്റ്റത്തെ ആളായിരുന്നു. എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഒരു പെൺകുട്ടി ഒന്ന് ഇഷ്ടം എന്ന് പറയുന്നത് അങ്ങോട്ട് പോയിട്ട് പറഞ്ഞതാ. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അയ്യോ സോറി, പെങ്ങളെ പോലെയാണ് കാണുന്നത്. പക്ഷെ എന്താ പറയാ പ്രകൃതിയുടെ വികൃതി എന്നൊക്കെ പറയണ പോലെ ഇപ്പൊ 7 വർഷമായിട്ട് ഇപ്പൊ ഭാര്യയായിട്ട് കൂടിയുണ്ട്. ആ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ പെൺകുട്ടി. അതെ. പക്ഷെ ബസ്സിലെ പ്രപ്പോസ് അല്ലെങ്കിൽ അങ്ങനെ അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടൊന്നുമില്ല. റോട്ടിലൊക്കെ ഒന്ന് പ്രപ്പോസ് ചെയ്യും. റോട്ട് പിന്നെ ക്ലാസ് റൂമിന്റെ ജനലിന്റെ ആനന്ദകരമാക്കാൻ ഞാൻ ഇങ്ങനെ കിച്ചുവേട്ടന്റെ ഓരോ പ്രപ്പോസൽ സ്റ്റോറീസ് കഥകൾ ഇത് തന്നെ പരിപാടി. കഥ ഇങ്ങനെ വെറുതെ എന്നിട്ട് എന്താ അങ്ങനെ എനിക്കിപ്പോ നീന ചേച്ചി എന്ന് പറഞ്ഞ കൊല്ലങ്ങളായിട്ട് എന്താ അറിയുന്ന ആനന്ദകരമാക്കാൻ കിച്ചു ചേട്ടന്റെ ഓരോ പ്രപ്പോസൽ സ്റ്റോറി. ഒരു അള്ളു രാമേന്ദ്രൻ ഒരു ഫാമിലി ആയിട്ട് ഒരു ഫാമിലിയുടെ കഥ അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ തിയേറ്ററിലെത്തി പ്രേക്ഷകരിലേക്ക് എത്തുന്നു. ഒരു ഫാമിലി ഓഡിയൻസിനെ സംബന്ധിച്ച് എന്താണ് ഇത് എന്ന ആൾക്കാർ എന്തായാലും ഒരു ഫാമിലി ഓഡിയൻസ് ആയിരിക്കും, അവരോട് എന്താണ് പറയുന്നത്? ഫാമിലി തീർച്ചയായിട്ടും ഒരു ഫാമിലി ഇൻവോൾവ്ഡ് സ്റ്റോറിയാണിത്. മെയിൻ കോറ് നിങ്ങളിപ്പോൾ ടീസർ കണ്ട മാതിരി രാമേന്ദ്രൻ ഭയങ്കര റഫായിട്ടുള്ള ഒരാള്, അത് അങ്ങനെയാണ്. പക്ഷെ ഹീസ് എ ഫാമിലി മാൻ. ആൾക്കൊരു വൈഫുണ്ട്, ഒരു പെങ്ങളുണ്ട്, ഞങ്ങൾക്കൊരു അച്ഛനുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഫാമിലി. നല്ല ഭാവി അളിയനുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല, വന്നിട്ടില്ല. അതുപോലെ തന്നെ കിച്ചുവേട്ടന്റെ ക്യാരക്ടറിന് ഒരു ഫാമിലി കാണിക്കുന്നുണ്ട്. അപ്പൊ ബേസിക്കലി ഇത് ഭയങ്കര ഒരു പക്ക ഫാമിലി എന്റർടൈനർ തന്നെയാണ്. അങ്ങനെ ഒരു കവലയിലുള്ള 2-3 ഫാമിലീസ് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരൊക്കെ കൂടി അവരുടെ ഒരു ഇടയിലുള്ള ജേർണിയാണ്. നമുക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ട്രെയിലർ കണ്ടപ്പോൾ തന്നെ കുറേ പേര് പറഞ്ഞു അവരുടെ കവലയിലുള്ളത്, അല്ലെങ്കിൽ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി അവരുടെ നാട്ടിൻപുറത്തൊക്കെ സംഭവിക്കുന്ന ചില കോൺവെർസേഷൻസ്. അങ്ങനെ മെയിനായിട്ടൊരു കവല അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം മെയിനായിട്ട് ഇതൊരു ഫാമിലി എന്റർടൈനർ തന്നെയാണ്. എല്ലാ കാറ്റഗറി ഫാമിലിയിലുള്ള എല്ലാ ചെറിയ കുട്ടികൾ മുത്തശ്ശി വരെയുള്ള എല്ലാവരും ഇതിലുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് അത്. അല്ല ടോട്ടലി ഒരു എന്റർടൈനർ. അളിയനെ കുറിച്ച് പറഞ്ഞില്ല, പറഞ്ഞു അളിയന്റെ ഫാമിലി ഉണ്ടെന്ന്. നല്ല സിനിമയാണ്. അതായത് ഈ പറഞ്ഞ പോലെ ഫാമിലി പരിപാടിയാണ്. പിന്നെ കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ട എല്ലാവിധ ക്യാരക്ടേഴ്സും സലീമേട്ടൻ, ധർമ്മേട്ടൻ, ഹരീഷ് കണാരൻ അവരുടെ ഹ്യൂമർ ട്രാക്ക് പരിപാടി സാധനങ്ങൾ ഉണ്ട്. അതുപോലെ ശ്രീനാഥ് ബാസി, പിന്നെ ഒരു 4 നല്ല ഷാന്റെ പാട്ടുകളുണ്ട്. മൊത്തത്തിൽ വലിയ ബോറടി ഇല്ലാണ്ട് നിങ്ങൾക്ക് ചിരിച്ച് രസിച്ച് പോകാൻ പറ്റുന്ന ഒരു സിനിമ ആയിരിക്കും. ഉറപ്പായിട്ടും. അതെ, പറഞ്ഞു കിച്ചുവിൻ്റെ അടുത്ത് കുറേ പ്രപ്പോസൽ സ്റ്റോറിയൊക്കെ ചോദിച്ചു എന്നൊക്കെ.
ചോദിച്ചു. പക്ഷെ ഇതൊരു എന്തെങ്കിലും ഒരു ചോദിക്കണം എന്ന് തോന്നി എന്തെങ്കിലും ഒരു കാര്യം ഓപ്പൺ ആയിട്ട് ഇപ്പൊ ചോദിക്കാം. എനിക്ക് കിച്ചേട്ടനായിട്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചേട്ടൻ്റെ അടുത്ത് എനിക്ക് എന്തും ഏതും പറയാം. അതുകൊണ്ട് എന്തെങ്കിലും പ്രൊമോഷൻ ഒക്കെ അയ്യോ മടിയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഓപ്പൺ ആയിട്ട് ചോദിക്കാറുള്ള കാര്യം വേറെ പണിയൊന്നും ഇല്ലല്ലോ എന്ന് പിന്നെ ഇതിനെങ്ങനെ പോകും. എന്നോട് സീരിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിങ്ങനെ ഇല്ല പ്രൊമോഷൻ പരിപാടിയൊക്കെ എനിക്ക് ഭയങ്കര ചമ്മലാണ് പറഞ്ഞു. കിച്ചോണ്ട് വേറെ വല്ല ജോലി ഉണ്ടോ? എനിക്ക് ജോലി ഒന്നുമില്ല, ഈ പരിപാടി മര്യാദ ഓമിനൊക്കെ സ്കൂളിൽ പറഞ്ഞ അപ്പൊ അത്രയും ചോദിക്കാൻ എനിക്ക് ഫ്രീഡം ഉള്ള ഒരാളായതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനൊന്നും ഇല്ല. ഒരെണ്ണായിട്ട് ചോദിക്കാൻ ഓരോ ദിവസം എന്തെങ്കിലും ഓർമ്മ വരുമ്പോ ഞാൻ അപ്പൊ അങ്ങനെ കയറി ചോദിക്കും. അപ്പൊ ഇതുപോലൊക്കെ തന്നെ എല്ലാ പ്രേക്ഷകർക്കും ഫാമിലി ആയിട്ടുള്ള രാമേന്ദ്രൻ പോയി തിയേറ്ററിൽ പോയിട്ട് കാണാൻ പറ്റട്ടെ. അപ്പൊ വിഷ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.